എൻ്റെ അളിയെ നീ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? എത്ര നാൾ നമ്മളിങ്ങനെ പേടിച്ച് ജീവിക്കും? അതിപ്പം നിങ്ങൾക്ക് പറയാം, അവന് എന്നെ അല്ലേ നോട്ടം ഇട്ടേക്കണേ, എനിക്ക് പേടിച്ചല്ലേ പറ്റൂ. നമുക്ക് അവനൊക്കെ തട്ടിക്കളഞ്ഞാലോ? ഇത് കോഴി ആടുമൊന്നും അല്ല തട്ടിക്കളയാനാ. അതല്ല, എൻ്റെ പരിചയത്തിലേ ഒരു മന്ത്രവാദിയുണ്ട്. നമുക്ക് അവിടെ പോയി ഏലസ് എഴുതി കെട്ടിക്കഴിഞ്ഞാൽ നേതാവിൻ്റെ എല്ലാ പേടിയും അതോടെ അങ്ങ് തീരും. കിടക്കുന്നു പേടി മാറിയിട്ട് എന്ത് കാര്യം? അസീസ് ഇവനെ കണ്ട കാച്ചാൻ നടക്കുകയാണ്. നീ ഇങ്ങനെ കാച്ചാൻ നടക്കണം എന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേടെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പാലായി പോയി ഒളിച്ചു താമസിച്ചാലോ? ഓ ദാ കിടക്കുന്നു. എടാ അതൊക്കെ വീരിത്വമാണ്, ഒളിച്ചോടാൻ പാടില്ല. അളിയെ നമ്മൾ ധൈര്യമായിട്ടിരിക്കണം. ധീരന്മാർ ഒരിക്കലേ മരിക്കൂ. ഓഹോ, അപ്പൊ നീ അതങ്ങ് ഉറപ്പിച്ച് ഞാൻ മരിക്കൂന്നല്ലേ? എന്റെ അളിയ ഞാൻ അതല്ല അളിയ ഉദ്ദേശിച്ചത്. പിന്നെ അളിയ നീ കുറച്ച് ധൈര്യമായിട്ടിരിക്കളിയാ. എടേ എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല, ധൈര്യമൊക്കെ ഉണ്ട്. നീ ധൈര്യമായിട്ടിരിക്കുന്നു. എനിക്ക് ഒരു സാധനം തരുന്നുണ്ട്. ആ സാധനം ഉണ്ടെങ്കിൽ എടുത്താൽ രണ്ടെണ്ണം കഴിച്ചിട്ടിരുന്നാൽ കുറച്ചുകൂടെ ധൈര്യം കിട്ടും. എൻ്റെ അളിയ ഇത് മദ്യമൊന്നും അല്ല, ഇത് നല്ല ഒന്നാന്തരം ഒരു വെട്ടുവാള്. നീ ഈ വെട്ടുവാളോട്ടങ്ങ് നടന്നാൽ മതി. നിന്റെ തലേനാട് അടിയിട്ട് വെയിടാ കിടക്കുമ്പം ആരെങ്കിലും വന്ന കാച്ചേക്കങ്ങ്. അല്ല അത് പിന്നെ കേസും കോടതിയും ഒക്കെ. എടേ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാം. ഏത് കോടതിയും നിന്നെ വെറുതെ വിടും. ആ പിന്നല്ലാതെ. അപ്പൊ അങ്ങനെ ചെയ്യല്ലേ? പിന്നെ തലേനാട് അടിയിൽ വെച്ചിട്ട് ആളെയാ എന്ത് അനക്കം കേട്ടാലും ആളെയും ചാടി ഇറങ്ങിക്കോ വേട്ടേക്ക്. പിന്നെ അല്ല അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാളിയാ, കുഴപ്പമില്ല. സ്വയരക്ഷയ്ക്ക് എന്തും ചെയ്യാം. ഇറങ്ങി വന്ന കൊല്ലു ഞാൻ. ക്ലീറ്റോ, കനക, ക്ലീറ്റോ. എന്തേ എന്തോ ഒച്ച കേട്ടോ? എന്താണ് അലറിക്കൊണ്ട് ഓടുന്നുണ്ട്? ക്ലീറ്റോനെ കാണാനില്ല. പോയി മക്കളെ നോക്ക്. അവനകത്തോട്ട്. ആര്? അസീസ്. ഇതിന്റെ കൂട്ടുകാരൻ ലൈൻമാൻ അസീസ്. അവൻ ഇവിടെ ഇല്ല, അവൻ ആലപ്പുഴ പോയി, അവൻ ലീവാണ്. അത് മാത്രമല്ല അവൻ വെറുതെ തമാശക്ക് പറഞ്ഞ കള്ളം. അപ്പൊ പിന്നെ അകത്ത് സൗണ്ട് കേട്ട് ഞാൻ. ഓ അതാ പൂച്ച പാത്രം തട്ടിയിട്ടതാന്നേ. അളിയാ, അസീസ് വെറുതെ പറഞ്ഞാടാ. അവൻ അങ്ങനെ വലിയ വില്ലനൊന്നും അല്ല. ഞാൻ ഒട്ട് എഴുതിയേറ്റാൻ വേണ്ടി അവിടെ പറഞ്ഞു കൊടുത്തല്ലേ, നീ വിശ്വസിച്ചാത്? അവൻ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞാ പിന്നെ ആരായാലും വിശ്വസിക്കൂലേ? നീ വാ, നീ ഒളിച്ചല്ലേ? സത്യല്ലേ? സത്യം, നീ വാ. പിന്നല്ല നിനക്ക് ഭ്രാന്തല്ലോ അവനെന്ത്? പിന്നെ ഇങ്ങനെയൊക്കെ ഒരാളോട് പറഞ്ഞാൽ വിശ്വസിച്ച് പോകൂലേ? അവര് പാവത്തനാണ്. ശത്രു സംഹാരത്തിനായിട്ടേ
വാളുപെടുത്തുന്ന ഇറങ്ങി വീരശൂര പരാക്രമി, പക്ഷെ മുന്നെടുക്കാൻ മറന്നു. അല്ലയാ ഇല മറച്ചിങ്ങ വാ. പോയി കൊണ്ടെടുത്തിട്ട് വരി. മക്കള് കയറിപ്പോ, നീ കയറിപ്പോ. അല്ലയാ ചെടി പുഴുതിങ്ങി വാളയാ. ലോക പരാജയമേ.